ഞാൻ 22 വർഷത്തെ പ്രവാസിയാണ്. ഈ പ്രവാസത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എക്സ് ഹസ്ബൻഡിന്റെ കൂടെ ചേർന്നിട്ട് എനിക്ക് കുട്ടിയുടെ ഓരോ പാസ്പോർട്ട് റിന്യൂവലും പോയി കാല് പിടിക്കണം. പുള്ളി ആ സമയത്ത് എൻ്റെ അടുത്ത് ഒരു മുരട്ട് വാദമൊക്കെ കാണിക്കും. എൻ്റെ അടുത്തുള്ള പഴയ വകയൊക്കെ അങ്ങേര് അപ്പോഴാണ് എടുക്കുന്നത്. കുട്ടിയെ ബാധിക്കും എന്നുള്ള ബോധം പോലും ഇല്ല, ഒരുമാതിരി കാണിക്കുമായിരുന്നു. അപ്പൊ അത് ഇല്ലാതാക്കി തന്ന സുഷമ ചേച്ചിയാ. അവരവിടെ വന്നിട്ട് ഇത് കണ്ടിട്ട് ഇതുപോലെ ഒരുപാട് പെണ്ണുങ്ങൾ, ഇപ്പം ചിലവന്മാരൊക്കെ കല്യാണം കഴിച്ചിട്ട് 4-5 കൊച്ചുങ്ങളെയൊക്കെ കൊടുത്തിട്ട് മുങ്ങിക്കളയും. പാസ്പോർട്ട് പുതുക്കാൻ ഒക്കത്തില്ല, അവന്റെ ഒപ്പില്ലാതെ പാസ്പോർട്ട് പുതുക്കി കൊടുക്കൂല. അങ്ങനെ അവിടെ വിസ ഇല്ലാതെ പെട്ട് കിടക്കുന്ന ഒത്തിരി പേരുണ്ടായിരുന്നു. ഇവർക്കൊക്കെ ഒരു റിലീഫായിട്ട് സുഷമയാണ് ഈ ഒരു സംഗതി അങ്ങോട്ട് പാസ്സാക്കിയത്. എന്താണ്? പെണ്ണ് മതി, പെണ്ണാണ് ബലം. അമ്മച്ചി പറയണ തന്നെ അച്ഛൻ, അമ്മച്ചിക്കാണ് ബലം. അധികാരം, പൂർവാധികാരം പെണ്ണിന് കൊടുത്തു. അമ്മയുടെ പേരാണ് ഇമ്പോർട്ടന്റ്. ഇപ്പോഴും നമ്മൾ ഏതെങ്കിലും ഒരു ഇവിടെ പോയി കഴിഞ്ഞാൽ, ഇപ്പൊ പോലീസ് സ്റ്റേഷനിലോ ഹോസ്പിറ്റലിലോ ഇവിടെ പോയി കഴിഞ്ഞാൽ അമ്മയുടെ പേരെന്താന്നാ ചോദിക്കുന്നത്, അച്ഛന്റെ പേര് ചോദിക്കാറില്ല. അതിന്റെ ആവശ്യമില്ല. അമ്മ പറയണത് ആരോ അത് തന്നെ അച്ഛൻ, അതിനപ്പുറം ഒന്നുമില്ല, അമ്മയാണ് അധികാരി എന്ന് സുഷമ സ്വരാജാണ് പാസ്സാക്കിയത്. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും മനുഷ്യർ സ്വാതന്ത്ര്യം കഴിഞ്ഞ് ഇത്രയും പേര് അത്തരം തസ്തികകളിലിരുന്നു, വിദേശകാര്യമന്ത്രിയായിട്ടിരുന്നു, ഒരുപാട് പേരിരുന്നു, എന്നിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു നിയമം പാസ്സാക്കണമെന്ന് തോന്നിയില്ല? അതൊരു സ്ത്രീക്ക് മാത്രം മനസ്സിലാവുന്ന ബുദ്ധിമുട്ടാണ്, സ്ത്രീകളുടെ പ്രശ്നമാണ്. അത് സ്ത്രീ കൈകാര്യം ചെയ്തതുകൊണ്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ വരണമെന്ന്. നമ്മുടെ കേരളത്തിനെ എടുക്കാം. ഇപ്പൊ ബാക്കി ഡൽഹിയിലൊക്കെ ഇപ്പോഴും പെണ്ണുങ്ങളാണ് അവിടെ മുഖ്യമന്ത്രിയായിരിക്കും. നമ്മുടെ കേരളത്തിൽ മുഖ്യമന്ത്രി പെണ്ണ് വരൂല. ഗൗരി അമ്മയെ ഈ പിണറായി വിജയനെയും കൂടെ മാച്ചപ്പ് ചെയ്യാം. പിണറായി വിജയനൊക്കെ അനുഭവിച്ചതൊന്നുമല്ല, മർമ്മസ്ഥാനത്തേക്ക് ലാത്തി കൊണ്ട് കുത്തിക്കയറ്റിയെന്നാണ് അവരുടെ ഇതിനകത്തുള്ളത്. അമ്മാതിരി അവരുടെ ഗൗരിച്ചോത്തി എന്നും പറഞ്ഞാൽ അവരെ ചെയ്യാൻ ഇനി ദ്രോഹമൊന്നുമില്ല. ശക്തമായ തീരുമാനങ്ങൾ, ഭൂപരിഷ്കരണ നിയമം തൊട്ട് ശക്തമായ തീരുമാനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച അവരെ പോലെ മറ്റൊരു ഉരുക്കു വരുന്നുണ്ടോന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അവരായോ മുഖ്യമന്ത്രി? ആക്കിയോ ഇവര്? ഇല്ല, ചെയ്യൂല. പെണ്ണ് പറ്റൂല. പെണ്ണ് അങ്ങോട്ട് പറ്റൂല, നീങ്ങി അങ്ങോട്ട് നിൽക്കാനെ. അതല്ലേ? അങ്ങനെ പറ്റൂലല്ലോ. ഇവിടെ വീട്ടിൽ അച്ഛനും അമ്മയുണ്ടല്ലോ. അമ്മയും അച്ഛനും ഉണ്ടോ? ഇല്ലയോ? ഉണ്ടല്ലോ. അവിടെ പെണ്ണുങ്ങളുണ്ടോ? അപ്പൊ കുഴപ്പമില്ലയോ? അപ്പൊ പിന്നെ പാർലമെന്റിലൊക്കെ പെണ്ണുങ്ങൾ വരാടേ, ഒരു കുഴപ്പമില്ല. MP ആയിട്ട് MLA ആയിട്ട് പെണ്ണുങ്ങൾ വരട്ടെ. ഇനി ഇവർ പറയുന്ന മറ്റൊരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, BJPക്കാർക്ക് പെണ്ണുങ്ങളെ കൊണ്ട് നിർത്തിയിട്ട് അവരുടെ ആൾക്കാരായിട്ട് കൂടുതൽ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവരങ്ങോട്ട് വോട്ടിട്ട് കൊടുത്താൽ ഇവര് പിന്നെ ഇനി മന്ത്രിയാവും. അല്ലടേ, ഇത് BJPക്കാർക്ക് മാത്രം കൊണ്ടുവന്ന നിയമമൊന്നുമല്ല. ഈ പറയുന്ന പെണ്ണുങ്ങളുടെ പ്രാതിനിധ്യം കൊണ്ടുവന്നിരിക്കുന്ന മറ്റുള്ളവർക്കും കൂടെയാ, എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ ഇലക്ഷൻ നിൽക്കുകയാണ്, BJPയില് ഒരു പെണ്ണ് നിൽക്കുന്നു, ഒരാണ് നിൽക്കുന്നു, അപ്പുറത്ത് ഒരു പെണ്ണ് ഒരാണ് നിൽക്കുക. നിങ്ങൾക്ക് നിർത്താം, നിങ്ങൾ നിർത്തി JPയുടെ. അതെന്താ? നിങ്ങൾക്ക് പെണ്ണുങ്ങളില്ലേ? BJPക്കാർക്ക് മാത്രമേ പെണ്ണുങ്ങളുള്ളൂ. ഫൗൾ പ്ലേ. ഇത് നടക്കൂല. ഈ കാര്യം പാസ്സാകണം. ഇത് ആദ്യം പാസ്സായെന്നുള്ള 2023 30% എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഈ ബില്ല് പാസ്സാക്കിയിട്ടുണ്ട് ഓൾറെഡി. അമെൻമെന്റ് വെച്ച് ഇത് റീപോസ്റ്റ് ചെയ്യാണ്, അതായത് റീപാസ് ആക്കലാണ് ഇപ്പൊ ഈ നടക്കുന്നത്. ഇപ്പോഴത്തേതിൽ 30 മാറ്റിയിട്ട് 50 ആക്കിയിട്ടുണ്ട്. ഇത്